മുംബൈയിലെ മലയാളി സാംസ്കാരിക ജീവിതത്തിൽ ഒരു കാലത്ത് അതിശക്തമായ ഒരു സാന്നിധ്യമായിരുന്നു നാടകകലയ്ക്ക് പുതിയ സാമൂഹിക മാനം നൽകാൻ ഒരുങ്ങിയ കേരളീയ കേന്ദ്ര സംഘടന. ഇന്നിപ്പോൾ ഇതാ ഈ കലയെ ജീവകാരുണ്യ പ്രവർത്തനവുമായി ചേർത്ത് അവശതയിലായ കലാകാരന്മാർക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ അവിടെ കൂടുതൽ സജീവമാകുവാൻ പോകുന്നു. ആ സജീവമാകുന്നതിൻ്റെ വിശേഷങ്ങൾ കൂടി എന്നറിയാം. ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തിൽ മുംബൈയിലെ മലയാള നാടകവേദി പിന്നിലേക്ക് പോയ സാഹചര്യത്തിൽ ഈ രംഗത്ത് സജീവമായിരുന്ന നിരവധി കലാകാരന്മാർ ഇന്ന് വിസ്മൃതിയിലാണ്. ഈ പശ്ചാത്തലത്തിലാണ് കേരളീയ കേന്ദ്ര സംഘടനയുടെ നേതൃത്വത്തിൽ നാടകകലയെ സാമൂഹ്യ ഉത്തരവാദിത്വമായി ചേർത്ത് ജീവകാരുണ്യ സംരംഭത്തിന് തുടക്കമിടുന്നത്. ഇതിനായി കല്യാൺ ഡോംബിവലി മേഖലയിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ പ്രത്യേക ആലോചന യോഗം ചേർന്നു. പ്രശസ്ത നാടക സമിതിയായ മലപ്പുറം ലിറ്റിൽ എർത്ത് അവതരിപ്പിക്കുന്ന പുതിയ നാടകം കുഹു മുംബൈയിൽ 2 വേദികളിലായി അരങ്ങേറുമെന്ന് KKS ജനറൽ സെക്രട്ടറി മാത്യു തോമസ് പറഞ്ഞു. നാടകാവതരണത്തിലൂടെ സമാഹരിക്കുന്ന പണം മുംബൈയിലെ അവശ കലാകാരന്മാർക്ക് കൈത്താങ്ങാകുമെന്നും മാത്യു തോമസ് കൂട്ടിച്ചേർത്തു. ബോംബെയിലുള്ള അവശ കലാകാരന്മാർക്ക് എന്തെങ്കിലും വ്യക്തമായ ഒരു സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പ്രധാനമായും ഈ നാടകം മാർച്ച് 28-ാം തീയതിയും 29-ാം തീയതിയും മുംബൈയിൽ നടത്താൻ തീരുമാനിച്ചത്. ഏഷ്യയിലെ ഏറ്റവും വലിയ മലയാളി സമാജമായ ഡോംബിവലി കേരളീയ സമാജത്തിന്റെ സഹകരണം ഈ സംരംഭത്തിനുണ്ടാകുമെന്ന് പ്രസിഡന്റ് EP വാസു വ്യക്തമാക്കി. ഒട്ടനവധി മലയാളി സമാജങ്ങളുണ്ട്. ഈ സമാജങ്ങളുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഇടയിലുള്ള കലാകാരന്മാരെ, അതായത് അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. നാടകകലയുടെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനും ദുരിതമനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കാനുമാണ് ഈ ശ്രമമെന്ന് KKS പ്രസിഡന്റ് TN ഹരിഹരൻ പറഞ്ഞു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് സഹായം എത്തിക്കാനായിട്ട് നമ്മുടെ ഈ പരിപാടി കൊണ്ട് കഴിയും. മുംബൈയിലെ നല്ലവരായ സാമൂഹ്യ പ്രവർത്തകർ, സമാജ പ്രവർത്തകർ ഇതിനോട് പൂർണ്ണമായും സഹകരിക്കും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നാടകകലയിലൂടെ സാമൂഹ്യ ഉത്തരവാദിത്തം നിർവഹിക്കാനും മറവിയിലായ കലാകാരന്മാർക്ക് കൈത്താങ്ങാകാനും ലക്ഷ്യമിടുന്ന ഈ ശ്രമം മുംബൈയിലെ മലയാളി സാംസ്കാരിക രംഗത്ത് പുതിയ പ്രതീക്ഷയാകും. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.